ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫാമിലി. സോറി, അബൌട്ട് ഫിലിം. ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടുവരുമായിരുന്നു. അതിൻ്റെ റിവ്യൂ അറിയിച്ചിട്ട് വന്നത് അതിൻ്റെ ഹാങ് ഓവറാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ നായകനായിട്ട് അഭിനയിച്ച് വന്നിരിക്കുന്ന പടം. സംവിധാനം ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റൻ സ്റ്റീഫൻ. മൊത്തം സ്റ്റീഫന്മാരാണ്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദാണ്. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ, അതിൻ്റെയൊക്കെ കഥ എഴുതിയ മൂപ്പരാണ്. പിന്നെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ ബാക്കിയുള്ളവരെ അവതരിപ്പിച്ചിരിക്കുന്ന സിദ്ദിഖ് ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, പിന്നെ ഉർവശി ഉണ്ട്, മീനാക്ഷി ഉണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് പടത്തിൽ. പേരേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. വലിയൊരു സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല. വളരെ ക്രിഞ്ചാണെന്ന് പറയേണ്ടി വരും. പല സീനും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ദിലീപേട്ടൻ്റെ ചില പെർഫോമൻസും ചില മൊമെൻറ്റ്സും ഒക്കെ നമുക്കിതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരാൾ പറഞ്ഞാൽ ജോണി ആൻ്റണിയാണ്. കാരണം പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് നമുക്ക് കണ്ടിരിക്കാൻ വയ്ക്കുന്നില്ല, വല്ലാതെ ബോറടിക്കുന്നുണ്ട്. ഒരേ സ്റ്റൈൽ ഓഫ് ആക്ടിങ് ആണ് എല്ലാ പടത്തിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയത്ര കാണാനില്ല ഇപ്പോൾ എല്ലാ പടങ്ങളിലും. ആദ്യം നിരത്തി കുറേ പടങ്ങളിൽ വന്നിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. പിന്നെ ദിലീപേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂപ്പര് എപ്പോഴും പഴയ ആ സ്റ്റൈലിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ എന്താ വരുന്നേ ഇല്ല. അതേ സ്റ്റൈൽ ഓഫ് പെർഫോമൻസ്. എന്താ മൂപ്പർക്ക് പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. നല്ലൊരു പെർഫോമറാണ്. നല്ല ക്യാരക്ടർ കിട്ടി അടിച്ച് പൊളിച്ച് ചെയ്യാൻ പറ്റിയ നടനാണ്. പക്ഷെ എന്താ ചെയ്യുക, മൂപ്പരാളെ കൊണ്ട് ചെയ്യാൻ വയ്യ. പിന്നെ മഞ്ജു പിള്ള അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്, പക്ഷെ പറയാനും മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും അത്യാവശ്യം കുഴപ്പമില്ല. അഭിനയിക്കാൻ അറിയണവരാണ് അഭിനയിച്ചത്, അതുകൊണ്ട് അതൊന്നും ബോറാക്കിയിട്ടില്ല. ക്യാരക്ടറൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കഥയിൽ എന്തെങ്കിലും വേണ്ട, എന്നാലല്ലേ നമുക്കിത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അവരവർക്ക് കിട്ടിയ ക്യാരക്ടറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. ഈ പടത്തിലൊരു ഹൈ പോസിറ്റീവ് എന്ന് പറയാനുള്ള ഒരു സംഭവമുള്ളൂ മ്യൂസിക്. പിന്നെ സിനിമാറ്റോഗ്രാഫി നല്ല നീറ്റായിട്ട് നല്ലൊരു റിച്ച് ക്വാളിറ്റി ഉണ്ട് പടത്തിന്. ടോട്ടലി ഒരു ക്വാളിറ്റിയും കാര്യമൊക്കെ നല്ല രസമുണ്ട്. എഡിറ്റിങ്ങും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ലാഗ് വരുന്ന സീക്വൻസ് ഈ പടത്തിലുള്ളത് എടുത്തു വെച്ചാലും അവരെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലി പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണണമെന്നില്ല. എങ്ങനെയാലും നിങ്ങളുടെ ഇഷ്ടം. പോയി കണ്ടു നോക്കിയും പടം നന്നാവുമെന്ന് എനിക്ക് കണ്ടപ്പോൾ വലിയൊരു ബോറ് തോന്നിയില്ല. എന്നാലും ഒന്നുമില്ല, പുതുമ എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഈ പടത്തിലില്ല. ദിലീപേട്ടൻ്റെ പടം ടിപ്പിക്കൽ പടം റിലീസായിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയുക. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, എപ്പോഴും പറയാനുള്ളത് തന്നെയാണ്, നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഷെയർ സപ്പോർട്ട്.